സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു വഴി കൂട്ടായ പരിശ്രമത്തിലൂടെ നല്ലൊരു റോഡാക്കി മാറ്റിയിരിക്കുകയാണ് മലപ്പുറം SMCT പ്രവർത്തകർ. ചിറക്കപ്പറമ്പ് ഹൈസ്കൂൾ പടി റോഡാണ് ഗതാഗത യോഗ്യമായത്. ഈ റോഡിനെ തൊട്ടടുത്ത ഗ്രാമവുമായി ബന്ധിപ്പിക്കാൻ ഒരു പാലം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ചിറക്കപ്പറമ്പ് ഹൈസ്കൂൾ പടി റോഡിലേക്കുള്ള വഴിയാണിത്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. പല തലമുറകളിൽപ്പെട്ട ആളുകളുടെ കാൽപാദം പടിഞ്ഞ മണ്ണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇതുവഴിയുള്ള യാത്ര ബുദ്ധിമുട്ടാണ്. ആ ചിന്തയാണ് ഈ നടവഴിയെ ഒരു റോഡാക്കി മാറ്റിയത്. ദിവസവും 300ഓളം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന വഴിയാണിത്. മറ്റു യാത്രക്കാർ വേറെയുമുണ്ട്. ഗതാഗത യോഗ്യമായ ഒരു റോഡെന്ന പെരുമ്പലം സ്വദേശികളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ആവശ്യം അംഗീകരിക്കപ്പെടാതെ വന്നതോടെയാണ് സെയ്താലിക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 8ഓളം ആളുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് അതിൽ ഒരു റോഡും നിർമ്മിച്ച് പഞ്ചായത്തിന് നൽകിയത്. 140 വളണ്ടിയർമാർ 2 ദിവസം കൊണ്ടാണ് 150 മീറ്റർ നീളത്തിൽ റോഡ് പൂർത്തിയാക്കിയത്. പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ SMCT ട്രസ്റ്റ് സെയ്താലിക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വളണ്ടിയേഴ്സിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗത്തേക്കുള്ള യാത്രാ ദുരിതം തീർക്കുന്നതിന് വേണ്ടി ഇരു സൈഡും കെട്ടി അതിൽ മണ്ണ് നിറച്ചുകൊണ്ട് ഒരു റോഡ് രൂപത്തിലാക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഈ സ്ഥലം വിട്ടുതരാൻ 8ഓളം സുമനസ്സുകൾ ഇതിന് സ്ഥലം നൽകുകയും അതോടൊപ്പം തന്നെ മുൻ ചെയർമാനായിരുന്ന KA മുസ്തഫയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കുട്ടികളുടെ ഈ ദുരിതം പ്രയാസം ദൂരീകരിക്കുക എന്നുള്ളത്. പാടവരമ്പായതിനാൽ ഇതുവഴിയുള്ള യാത്ര ബുദ്ധിമുട്ടേറിയതായിരുന്നു. മഴക്കാലമായാൽ ദുരിതമാകും. അതിനറുതി വരുത്താൻ സെയ്താലിക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോഡിനെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കുള്ള റോഡുമായി ബന്ധിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു പാലം കൂടി ആവശ്യമാണ്. അങ്ങനെയായാൽ പെരുമ്പലത്ത് നിന്ന് ചിറക്കപ്പറമ്പിലേക്കുള്ള ദൂരം 3 കിലോമീറ്ററോളം കുറയും. ഈ വഴിയുടെ രൂപം വിജയിക്കണമെങ്കിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനും വരാനും സൗകര്യമുള്ള ഒരു പാലം തന്നെ കിട്ടണം. അതാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം. ഈ സ്ഥലം ഒന്ന് ശരിക്കും ടാറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഈ മെയിൻ റോഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാക്കി മാറ്റണം. എന്നാൽ ഞങ്ങളുടെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളെ പഠിക്കാതെ അവർക്ക് അതിന് ആ വഴി ആസ്വദിക്കാം. മികച്ച ഗതാഗത സൗകര്യമെന്ന ആഗ്രഹത്തോടെയാണ് പല ആളുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് അത് സർക്കാരിന് സമർപ്പിച്ചത്. 400ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു റോഡ് കൂടി വന്നാൽ അത് ഈ നാട്ടുകാർക്ക് കൂടുതൽ സഹായകരമാകും. നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം നടപടികൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയോടെ മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നല്ല നാട്ടുകാർ, നല്ല സംഘടന, മലപ്പുറം SMCT. ഏതായാലും ആ പ്രവർത്തകർക്ക് അഭിമാനിക്കാം ഇങ്ങനെയൊരു റോഡ് നിർമ്മിച്ചതിൽ. ഇനി പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം അത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. അവിടുത്തെ ജനപ്രതിനിധികൾ ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ട പാലം നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ അതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ സജ്ജരാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും ഈ SMCTയുടെ പ്രവർത്തകർക്കെല്ലാം വളരെ അവരോട് സ്നേഹം, വളരെ നല്ല പ്രവർത്തനമാണ്. അവർ അഭിനന്ദനം അർഹിക്കുന്നവരുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.